ഞങ്ങളുടെ വാർഡിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അതായത് 600 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള ചെറിയ വീടാണ് ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ തീരുമാനിച്ചിട്ടുണ്ടല്ലോ കഴിഞ്ഞ മാസം. അപ്പോൾ ആ താങ്ങുവിലയെങ്കിലും നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കണം. പിന്നെ റബ്ബർ കൃഷി പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. വാലിയൻ്റെ ചാനലിലെ സ്ഥാനാർത്ഥികളോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എത്തിയിരിക്കുന്നത് കൂട്ടിക പഞ്ചായത്തിലെ 5ാം വാർഡായ ഇളങ്കാട് ടൗൺ വാർഡിലെ LDFന്റെ സ്ഥാനാർത്ഥിക്കൊപ്പമാണ്, സിന്ധു മുരളീധരനൊപ്പമാണ് നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. നമസ്കാരം. നമ്മുടെ ചോദ്യങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ? സമയം തീരെയില്ല, തിരക്കാണ്. പെട്ടെന്ന് ചോദ്യം ചോദിച്ചേക്കാം. ലൈഫ് ഭവന പദ്ധതിയിൽ 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഇല്ല എങ്കിൽ താങ്കൾ വിജയിച്ചാൽ ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ലൈഫ് ഭവന പദ്ധതി 2016 മുതലാണ് ഈ 4 ലക്ഷം രൂപ ആക്കിയിരിക്കുന്നത്. 4 ലക്ഷം രൂപയ്ക്ക് ഞങ്ങളുടെ വാർഡിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അതായത് 600 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള ചെറിയ വീടാണ് ഉദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ തീർത്ത വീടുകളും നമുക്കുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സാധനങ്ങളുടെ വിലയൊക്കെ നമുക്കറിയാം, പണിക്കൂലിയും എല്ലാം കൂടെ കൂട്ടി. അപ്പോൾ നമുക്ക് ഇതൊക്കെ തീരുമാനിക്കേണ്ട സർക്കാരാണ് തുക എത്രയാണെന്ന് ഫിക്സ് ചെയ്യേണ്ടത്. അതിന് നമുക്ക് പ്രപ്പോസൽ തയ്യാറാക്കി പഞ്ചായത്തിനും വാർഡും മെമ്പർക്കും ഒക്കെ ഗ്രാമസഭയിലും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് 6 ലക്ഷം ആക്കുന്നതിന് വേണ്ടി പ്രപ്പോസൽ തയ്യാറാക്കി കൊടുക്കാൻ സാധിക്കും. അതാണ് ബാക്കി കാര്യങ്ങൾ സർക്കാർ തീരുമാനിക്കും. അപ്പം നമ്മളെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കഴിക്കുകയാണ്. വളരെ നന്ദി. നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. താങ്കൾ വിജയിച്ചാൽ ഈ പഞ്ചായത്തിലെ കാർഷിക മേഖല, പ്രത്യേകിച്ച് റബ്ബർ കൃഷിയുടെ ഉന്നമനത്തിനായി എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു? നമ്മുടെ കൂട്ടിക പഞ്ചായത്തും പരിസരവും ഒക്കെ കൂടുതൽ റബ്ബർ കർഷകരും റബ്ബർ കൃഷിയുമൊക്കെ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താങ്കളുടെ ഉത്തരം ഇതിലേക്ക് ക്ഷണിക്കും. ഇപ്പം നമ്മുടെ റബ്ബറിന് താങ്ങുവിലയായിട്ട് 200 രൂപ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടല്ലോ കഴിഞ്ഞ മാസം. അപ്പോൾ ആ താങ്ങുവിലയെങ്കിലും നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കണം. പിന്നെ റബ്ബർ കൃഷി മാത്രമല്ല, മറ്റു കർഷകർക്ക് നമ്മൾ കാട്ടുപന്നിയുടെ ശല്യമാണ് ഏറ്റവും നമ്മളെ ബാധിക്കുന്നത്. അതിന് അപേക്ഷ വെച്ച മൊത്തം ലൈസൻസ് ഉള്ള തോക്കുകാർക്ക് നമ്മൾ ലൈസൻസ് കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത്. ഇനി മുന്നോട്ടും അത് നിലനിർത്തിക്കൊണ്ട് പോകും. കൂടുതൽ പേര് ഇതിലേക്ക് വരുവാണെങ്കിൽ അവർക്ക് ലൈസൻസ് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പന്നി ശല്യം ഒഴിവാക്കാൻ വേണ്ടി ഒരു ജൈവ വേലി നമ്മൾ കഴിഞ്ഞ വർഷം പദ്ധതി വെച്ചിരുന്നു. അല്ലല്ല, ജൈവ ഇതാണ് അതിന്റെ പേര്, കൊടുവേലിയല്ല, ചെത്തിക്കൊടുവേലി. അത് നമ്മുടെ വാർഡില് ശരിക്കും കഴിഞ്ഞ വർഷം പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. 5ാം വാർഡില് അത് കൂടുതൽ ബാക്കി 13 വാർഡിലും ആക്കാനുണ്ടെങ്കിൽ എല്ലാവരും അതിലേക്ക് വരുന്നില്ല, പേടി കാരണം കൊണ്ടാണ്. കാരണം ഇത് വലിയ കാട്ട് പള്ള പോലെ കിളുത്തു വരുമോ എന്നുള്ള രീതിയിൽ. അത് അതേ മാന്തിയാണെങ്കിൽ അതിന് പൊള്ളുന്ന ഒരു ഉണ്ട്, ആ പൊള്ളുന്ന മൂക്ക് പൊള്ളും. പിന്നെ പന്നി മാന്തുകയില്ല. അതാണ് കൃഷി ഓഫീസർ നമ്മളോട് പറഞ്ഞത്. കണ്ണൂർ ജില്ലയിലൊക്കെ ഇത് നടപ്പിലാക്കിയത് വിജയിച്ചു. അപ്പൊ നമ്മൾ നമ്മുടെ വാർഡിൽ 5ാം വാർഡിൽ അത് ഒരു 18-20 പേർക്ക് കൊടുത്ത് അത് നട്ടിട്ടുണ്ട്, പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ടിട്ടുണ്ട്. അത് വിജയിക്കുകയാണെങ്കിൽ ബാക്കി വാർഡുകളിലേക്കും ആൾക്കാരത് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുപോലെ നമുക്ക് പറ്റുന്ന രീതിയിൽ ആൾക്കാരുമായിട്ട് ആലോചിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. താങ്കൾ വിജയിച്ചാൽ ഈ വാർഡില്, അതായത് കൂട്ടിക പഞ്ചായത്തിലെ 5ാം വാർഡായ ഇളങ്കാട് ടൗൺ വാർഡില് ആദ്യം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി, നമ്മൾ ഒരു വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് എത്തുമ്പോഴത്തേക്ക് ഇപ്പോൾ മാറിയ സാഹചര്യത്തിൽ വാർഡിന്റെ പുനഃക്രമീകരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ സ്ഥലങ്ങൾ നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ വാർഡിലേക്ക് വരും, കുറച്ച് സ്ഥലങ്ങൾ പോകും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ വാർഡിൽ ആദ്യം നടപ്പിലാക്കാൻ, ജനങ്ങൾക്ക് ആദ്യം നേടിക്കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്വപ്ന പദ്ധതി താങ്കൾക്കുണ്ടോ? ഇപ്പോൾ തന്നെ 2025-26 പദ്ധതിക്കുള്ള പൈസകളെല്ലാം വെച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പോക്കറ്റ് റോഡുകൾ പുതിയതായിട്ട് വരുന്നതേ ഉള്ളൂ. നമുക്കുള്ള റോഡുകളെല്ലാം തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വന്ന ഒരു വെട്ടുകല്ലേൽപ്പടി ഒരു നടപ്പാലം ഉണ്ട്. 2021 പ്രളയത്തിൽ പോയതാണ്. നടപ്പാലം സ്ഥാപിക്കുന്നതിന് ഇറിഗേഷൻ്റെ ഒക്കെ നമുക്ക് കൺസെഷൻ കിട്ടേണ്ടതായിട്ടുണ്ട്. അത് കാരണം കൊണ്ട് അത് ഇച്ചിരി താമസിച്ച് പോയാണ്. അതിപ്പോൾ ആദ്യമായിട്ട് നടത്തി കൊടുക്കണം. അത് 25-26 26-27 വരുള്ളൂ. അതുപോലെ തന്നെ ഒരു പുതിയ റോഡ് നമ്മളിപ്പോൾ വീട് കയറാൻ ചെല്ലുമ്പോഴല്ലേ അവരുടെ ആവശ്യങ്ങൾ പറയുന്നത്. അങ്ങനെ പറഞ്ഞ ഒരു റോഡുണ്ട്, അത് നമ്മൾ ചെയ്തു കൊടുക്കണമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ മൊത്തത്തിൽ നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കുക. എനിക്കൊരു രാഷ്ട്രീയ ബേസിലല്ല, നമ്മൾ എല്ലാ ആൾക്കാർക്കും പൊതുജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്നാണോ അത് ചെയ്തു കൊടുക്കാൻ ഞാൻ കൂടെ ഉണ്ടാവും. കൂട്ടിക ഗ്രാമപഞ്ചായത്ത് ഇളങ്കാട് ടൗൺ 5ാം വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. അപ്പം അതിൽ എൻ്റെ വാർഡിൽ, അതായത് 6ാം വാർഡിൽ നിന്ന് കുറേ ഭാഗം കൂടി 5ാം വാർഡിലേക്ക് വരികയും അതുപോലെ തന്നെ 5ാം വാർഡിൻ്റെ ഒരു പ്രധാന ഭാഗം 8ാം വാർഡിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ 5 വർഷക്കാലം എന്നോട് ജനങ്ങൾ കാണിച്ച സഹകരണം, ഞാൻ അവരോട് കാണിച്ച സഹകരണം, ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഈ വർഷം വീണ്ടും ഇവരുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ വിജയിക്കുകയാണെങ്കിൽ അടുത്ത 5 വർഷക്കാലം, കഴിഞ്ഞ 5 വർഷക്കാലം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അവരോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പു തരികയാണ്.
അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് കൂട്ടിക്കൽ ഡിവിഷൻ സ്ഥാനാർത്ഥിയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സഹാവ് കിരൺ രാജൻ ഒരു യുവത്വത്തിന്റെ പ്രതീകമാണ്, വിദ്യാസമ്പന്നനാണ്. അദ്ദേഹത്തിനെയും നിങ്ങൾ അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മുണ്ടക്കയം ഡിവിഷൻ സ്ഥാനാർത്ഥി കെ രാജേഷ് 10 വർഷം മുമ്പ് നമ്മളുടെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അദ്ദേഹം നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ എല്ലാ വാർഡിലും 5-ാം വാർഡിലും വലിയൊരു പാലം പണിത് തന്നതാണ്. അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് അടയാളമായ അറ്റിക അരിവാൾ നക്ഷത്ര അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, കുട്ടിക ഗ്രാമപഞ്ചായത്ത് ഇളങ്കാട് ടൗൺ 5-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ സിന്ധു മുരളീധരൻ എന്ന എനിക്ക് നിങ്ങളേവരും നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശം അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ.